അറകൾ ഒരുപാടുണ്ടെങ്കിലും അകത്തൂടെ ഒരൊറയാ. അപ്പം കാണികൾ അമ്പ ഇത് കയറ്റുവാണെങ്കിൽ ഇവിടുന്ന് കംപ്ലീറ്റ് തേൻ ഇവിടെ വരും. ജോൺ പി വി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പം ഞാനൊരു അധ്യാപകനായിട്ട് ജോലി നോക്കുകയാണ്. എൻ്റെ ടൈം പാസിന് വേണ്ടി അൺഎയ്ഡഡ് സ്കൂളാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനാണ്. ഇതൊരു അമ്മച്ചി മരമാണ്. അപ്പം വളരെ വർഷമായിട്ട് പഴക്കമുള്ളൊരു മരമാണ്. ഇതിനകത്ത് ധാരാളം ഈച്ചക്കൂടുകൾ വന്നിട്ടുണ്ട്, തേനീച്ചക്കൂടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒരു ഭീഷണിയായിരുന്നു. ഈച്ച എപ്പോഴെങ്കിലും ഇളകി കഴിഞ്ഞാൽ നാട്ടുകാരെ കുത്തുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ ഇത് BWDയും പിന്നെ പൊതുമരാമത്ത് വകുപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ മരം മുറിക്കാനുള്ള ഒരു സജഷൻ വന്ന്. അപ്പം ഇതിനകത്ത് ഒരു 4-5 തേനീച്ചക്കൂടുണ്ട്. ഈ കൂട് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊണ്ടുവന്ന ക്രെയിൻ ഉപയോഗശൂന്യമായി. അപ്പം അത് ഒക്കത്തില്ല. അപ്പം റോപ്പിനകത്ത് നിന്നിട്ട് മാത്രമേ ഈ കൂടെടുക്കാൻ പറ്റൂ. അത് റിസ്ക്കാണ്. ഞാനും ഈ സേഫ്റ്റി ബെൽറ്റും ഈ റോപ്പുമായിട്ട് മാത്രമേ എനിക്ക് മുകളിലോട്ട് പോകാനൊക്കൂ. അപ്പോൾ ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമാണ്. എങ്കിലും ഞാനതെല്ലാം ആ തേനീച്ചക്കൂടുകളെല്ലാം എടുത്ത് ഞാൻ കൊടുത്തു. അവർക്ക് വളരെ സേഫായി. ഇനി 2 ദിവസം കഴിയുമ്പോൾ ഈ മരം മുറിക്കാൻ വരും. അപ്പോഴത്തേക്കൂടെ നമ്മുടെ സജഷനൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇത് അവരുടെ റോ മെറ്റീരിയൽസ്, അത് ഈച്ച ഈ കൂടുണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ആണിത്. ഇതൊരു സൈസ് മെഴുകാണ് ഇത്. അപ്പം ഈ തേനീച്ച നമ്മൾ കാണത്തില്ല. ഈ കൊമ്പിൻ്റെ ഉള്ളിൽ ഈ റോ മെറ്റീരിയൽസും ഇതിന് വേണ്ടുന്ന ആഹാരം കൂടെ ഇവർ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് വൊമിറ്റ് ചെയ്യുക, ഛർദ്ദിക്കുക. എന്നിട്ട് ഇവരുടെ ഈ നാക്ക് കൊണ്ട് തന്നെ ഇത് സ്പ്രെഡ് ആക്കുക, ഇത് വരയ്ക്കുക. അപ്പം നമ്മൾ ഒരു കെട്ടിടം വെക്കുകയാണെങ്കിൽ ഒരു ആർക്കിടെക്റ്റേ ഉള്ളൂ. ഇവരെല്ലാം എഞ്ചിനീയർമാരാണ്. അപ്പോൾ ഇത് 2 വശത്തെ കൂട്, ഈ തേനീച്ചയുടെ കൂടെ, ഈ വലിയ ഈച്ചയുടെ കൂടെന്ന് പറഞ്ഞാൽ ഇതിന് ഈ അറകൾ ഒരുപാടുണ്ടെങ്കിലും അകത്തൂടെ ഒരൊറയാ. അപ്പം കാണികൾ അമ്പ ഇത് കയറ്റുവാണെങ്കിൽ ഇവിടുന്ന് കംപ്ലീറ്റ് തേൻ ഇവിടെ വരും. അവര് നൂലേക്ക് കൊടുക്കും. മനസ്സിലായോ? അമ്പ് ഇങ്ങനെ അങ്ങ് കയറിയിരുന്നത് എല്ലാവരും കൂടെ കയറുന്നല്ലോ. അപ്പൊ അവര് കയറിയിരിക്കുക. അപ്പൊ ഈ തേന് ഇതിലേക്കൂടെ വരുന്നതും ഇത് കട്ട് ചെയ്യുന്നതും ആയ തേന് ഇതിലേക്കൂടെ